എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായ പീനട്ട് ബട്ടർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനാവശ്യമായത് നിലക്കടലയാണ്. നിലക്കടല നമുക്ക് 2 കപ്പ് എടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാകമായി വന്നു. ഇനി നമുക്ക് ഇതൊന്ന് ചൂട് പോയതിന് ശേഷം ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഇടാനാണ്. ഇപ്പോൾ ഇതുപോലെ ഹൈ സ്പീഡിലിട്ട് നന്നായി അരച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ്. അത് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒന്നുകൂടെ ഇത് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി. വളരെ എളുപ്പത്തിൽ റെഡിയായി കിട്ടി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്രഷ് ചെയ്ത നിലക്കടല ഈ സമയത്ത് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അതിനു വേണ്ടിയാണ്. ഇനി 1 നുള്ള് ഉപ്പ് നമുക്ക് ചേർക്കാം. അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ തേച്ച് കഴിക്കാം. കുട്ടികൾക്ക് ദോശയുടെ കൂടെ കൊടുക്കാം. ഇപ്പം നമുക്കിത് ബ്രെഡിൽ തേച്ചെടുക്കാം. പീനട്ട് ബട്ടറിൽ വിറ്റാമിൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും 1 സ്പൂൺ വീതം കഴിക്കാം. വിറ്റാമിൻ ബി ധാരാളമായി ഇതിലടങ്ങിയിരിക്കുന്നു. ഇത് കഴിക്കുന്നത് കൊണ്ട് സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന വായ്പുണ്ണ്, മൗത്ത് അൾസർ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.